ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തിന് ഇന്ത്യയിലുള്ള വിശ്വാസം വർദ്ധിച്ചു. വ്യാപാര കരാർ ഉൽപാദന മേഖലയ്ക്ക് വലിയ ഉത്തേജനം പകരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അമേരിക്കയുടെ എതിർപ്പ് അവഗണിച്ചാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും വ്യാപാര കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത്. ईयू के साथ हुआ ये फ्री ट्रेड एग्रीमेंट ब्रिटेन और एफ्टा समझौतों को भी कॉम्प्लीमेंट करेगा. इससे ट्रेड और ग्लोबल सप्लाई चेन दोनों को मजबूती मिलेगी. इस ट्रेड डील से भारत में मैन्युफैक्चरिंग को तो बल मिलेगा ही, साथ ही सर्विसेज से जुड़े सेक्टर का भी और अधिक विस्तार होगा. ये फ्री ट्रेड एग्रीमेंट दुनिया के हर बिजनेस, हर इन्वेस्टर के लिए भारत पर कॉन्फिडेंस को और मजबूत करेगा. സുനിൽ വിവരങ്ങളുമായി. സുനിൽ, ഇപ്പോൾ അമേരിക്കയുടെ കടുംപിടുത്തങ്ങൾക്കിടെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാർ വരുന്നത് വലിയ പ്രാധാന്യമുള്ള വിഷയമാണ്. എന്താണ് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി പ്രതികരിക്കുന്നത്? സ്മൃതി, ലോകത്താകെ വ്യാപാരം നടക്കുന്നതിൽ 1/3 വ്യാപാരം നടക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. ആ അർത്ഥത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് ഈ വ്യാപാര കരാർ എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വിശേഷിപ്പിക്കുന്നത്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇപ്പോൾ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചതായുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉച്ചയ്ക്ക് ശേഷം ഇന്ത്യ നടത്തും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ വ്യാപാര കരാർ ഒപ്പുവയ്ക്കുമ്പോൾ തീർച്ചയായും സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അമേരിക്കയുടെ വലിയ എതിർപ്പ് തുടരുകയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് നേരത്തെ ഇന്ത്യക്ക് മേൽ അധിക 25% തീരുവ അമേരിക്ക ചുമത്തിയത്. അങ്ങനെ 50% അധിക തീരുവ ഇന്ത്യക്ക് മേൽ ചുമത്തി ഇന്ത്യയിലെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയായി തുടരുന്നതിനിടയിലാണ് യൂറോപ്യൻ യൂണിയനുമായി ഇങ്ങനെ ഒരു വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നത്. തീർച്ചയായും ഇന്ത്യ അത് വലിയ നേട്ടമായി കണക്കാക്കുന്നു. നിലവിൽ $144 ബില്യൺ വ്യാപാരം യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യക്കുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകും എന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് തുണിത്തരങ്ങൾ, ജ്വല്ലറി ഐറ്റംസ്, IT മേഖലയിലെ കയറ്റുമതികൾ, ഇതൊക്കെ തന്നെ ഇന്ത്യക്ക് വലിയ ഗുണമാകും എന്നാണ് ഈ വ്യാപാര കരാറിലൂടെ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അമേരിക്ക വലിയ ഭീഷണിയായി ഒരു വശത്ത് തുടരുമ്പോൾ ഇന്ത്യക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ കയറ്റുമതിക്ക് പുതിയ സാധ്യതകൾ ഒരുങ്ങുന്നത് തീർച്ചയായും വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് നിക്ഷേപം ഇന്ത്യയിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട്. അതേസമയം ഇപ്പോഴത്തെ ഈ വ്യാപാര കരാറിലൂടെ റഷ്യയെ യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തുണയ്ക്കുകയാണെന്നൊരു ഭീഷണി കൂടി ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ശരി, പി. ആർ. സുനിലാണ് വിശദാംശങ്ങൾ.